കൊല്ലം എന്തായാലും 62ാമത് കലോത്സവത്തെ വരവേൽക്കാൻ പൂർണ്ണമായും കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതാണ് ഈ നിറഞ്ഞു നിൽക്കുന്ന വേദിയും സദസ്സുമെല്ലാം വെക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ഒപ്പം കെ രാജൻ, കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ എല്ലാം ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഒപ്പം മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ആദ്യ മത്സരം 11:30 കൂടിയാണ് ആരംഭിക്കുക. മോഹിനിയാട്ട മത്സരമാണ് 11:30 ആദ്യം ആരംഭിക്കുന്നത്. ആ മോഹിനിയാട്ട മത്സരത്തിനും വലിയ തിരക്ക് തന്നെയാണ് ഉണ്ടാവുക. ഏറ്റവും ജനപ്രിയമായ മത്സരങ്ങളിൽ ഒന്നാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. എന്തായാലും അസ്ത സൂചിപ്പിച്ചതുപോലെ കൊല്ലം ആശ്രാമ മൈതാനവും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട 24 വേദികളും, നേരത്തെ എം നൗഷാദ് MLA ഒക്കെ സൂചിപ്പിച്ചതുപോലെ 25 വേദികളാണ്. അതിൽ 24 കലാമത്സരങ്ങൾ നടക്കാനും മറ്റൊന്ന് പഴയിടത്തിൻ്റെ ആഹാരം ഭക്ഷണം കഴിക്കാനുള്ള വേദിയുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതും ഒരു വലിയ ആഘോഷവും ഉത്സവ ലഹരിയിലും തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ കലാമാമാങ്കത്തിനായി കൊല്ലം നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ജനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉദ്ഘാടന വേദിയിൽ നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥികളും ഒപ്പം തന്നെ രക്ഷിതാക്കളും നാട്ടുകാരും അധ്യാപകരും ഉൾപ്പെടെയുള്ളവരെല്ലാം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഏകദേശം 9:50 കൂടി തന്നെ ഇവിടെ എത്തി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഈ ഗോത്ര കലാവിഭാഗത്തിൽപ്പെട്ട മത്സരങ്ങൾ കൂടി ഇത്തവണ ഈ മത്സരമായി കലോത്സവത്തിൽ അരങ്ങേറും. അതിന് മുന്നോടിയായി അവരുടെ ഒരു കലാരൂപത്തിൻ്റെ പ്രദർശനം ഉൾപ്പെടെ നേരത്തെ ഈ മുഖ്യവേദിയായ ആശ്രാമം മൈതാനം ഗ്രൗണ്ടിലെ ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഉദ്ഘാടനത്തോട് അടുക്കുകയാണ് ഈ കലോത്സവം. 62ാമത് കലോത്സവത്തിന് അല്പസമയത്തിനകം തിരിതെളിയാൻ പോകുന്നു. ഇനിയുള്ള 5 ദിവസം കൊല്ലവും അതുപോലെ തന്നെ സംസ്ഥാനവും ഈ വിദ്യാർത്ഥികളുടെ കുരുന്നുകളുടെ കലാസ്വാദനത്തിനുള്ള ദിവസങ്ങളായി മാറുകയും ചെയ്യും. NCC വളണ്ടിയർമാർ, ഒപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, സ്റ്റുഡൻസ് പോലീസ് ഉൾപ്പെടെയുള്ളവർ എല്ലാം ഇതിൻ്റെ കൃത്യമായ ഒരുക്കങ്ങൾ, എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടാണ് കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. അവർ എല്ലാം ഇവിടെ വരുന്ന ആളുകൾക്ക് സുഗമമായി മത്സരം ആസ്വദിക്കാനും ഒപ്പം തന്നെ പരിപാടികൾ കാണാനും ഒക്കെ ആയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനെല്ലാം റെഡിയായി ഇവിടെ ആ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അണിനിരക്കുകയും ചെയ്യുന്നു. അല്പസമയത്തിനകം എന്തായാലും 62ാമത് സംസ്ഥാന കലോത്സവത്തിന് തുടക്കമാകും. അസ്ദ, വിജിൻ പറഞ്ഞതുപോലെ അല്പസമയത്തിനകം തന്നെ കലോത്സവത്തിന് തുടക്കമാകുമ്പോൾ അതിനെ കാത്തിരിക്കുകയാണ് ആ വലിയ ജനസഞ്ചയം. അല്പസമയത്തിനകം ഇനി പ്രധാന വേദിയിൽ നടി ആശാ ശരത്ത് അവതരിപ്പിക്കുന്ന നൃത്താവിഷ്കാരമാണ്. അവരുടെ വിദ്യാർത്ഥികളും അവരോടൊപ്പം ചേരുന്നുണ്ട്. അതിന് പിന്നാലെ ഔപചാരികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. അല്പം മുമ്പ് ഗോത്ര കലാരൂപങ്ങളുടെ ആവിഷ്കാരം നമ്മൾ വേദിയിൽ കണ്ടു. ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി വിദ്യാഭ്യാസ വകുപ്പ് അവതരിപ്പിക്കുന്നതും അത് തന്നെയാണ്. അത് മത്സര ഇനമായി മാറുന്നതിനൊപ്പം തന്നെ അതിന് മുന്നോടിയായി, ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഗോത്ര കലകളുടെ നൃത്താവിഷ്കാരം ആ വേദിയിൽ കാണാനും നമുക്ക് സാധിച്ചു.